Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ നമ്മളെ കൊല്ലത്തുള്ള മേടേമുക്കിലുള്ള നഴ്സറിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പം നിൽക്കുന്ന കുറച്ച് പൂക്കളും അതൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമ്മൾ കാണുന്ന റോസാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്ന പുതിയ ലോഡിൽ കൊണ്ടുവന്നേക്കുന്ന കുറച്ച് പേൾ ഗ്രാസ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെമി ഷെയ്ഡ് ഏരിയയിലും അതേപോലെ തന്നെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം പുല്ലാണ്. അതേപോലെ തന്നെ ഇത് കൊറിയൻ ഗ്രോസും മെക്സിക്കൻ ഗ്രാസ് ആണ്. ഇതിൻ്റെയും ഇപ്പം നമുക്ക് പുതിയ ലോഡ് വന്നതിനകത്ത് ഇറക്കി ഇട്ടിട്ട് വെള്ളം കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത്. അതേപോലെ ഗാർഡൻ പേബിൾ കുറച്ച് വന്നിട്ടുണ്ട്. അന്നേരം ഗാർഡൻ പേബിളും ഒക്കെ ഇത് ഈ കഴി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഗാർഡനിലൊക്കെ ഇടാനായിട്ട് സാധിക്കും. അതേപോലെ ഗോൾഡൻ കാസ്കേഡിൻ്റെ കുറച്ച് തൈ ആയിട്ടുണ്ട്. ഗോൾഡൻ കാസ്കേഡിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. അതേപോലെ ഇത് നല്ലൊരു ക്രീപ്പറായിട്ട് വിട്ട് നല്ലപോലെ മേളി കെട്ടി കൊടുക്കണം. ഇത് നന്നായിട്ട് ക്ലൈമ്പിംഗ് അപ്പാരറ്റസ് ഇല്ല. അതേപോലെ ക്ലൈമ്പിംഗ് റോസ് പിടിച്ച് തരുന്ന കണക്കൊന്നും ഗോൾഡൻ കാസ്കേഡ് അങ്ങനെ വരത്തില്ല. നമ്മൾ കെട്ടിക്കൊടുത്ത് മേളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ താഴോട്ട് നല്ലപോലെ ഏകദേശം 1 മീറ്റർ വരെ താഴോട്ട് പൂത്ത് കിടക്കും. അതേപോലെ തന്നെ ഇത് നമ്മളെ മദർ പ്ലാന്റ് ആണ്. സ്ഥിരമായിട്ട് നമ്മൾ കാണിക്കുന്ന ആ മദർ പ്ലാന്റ് തന്നെയാണ്. ആ സിമെൻറ്റ് ചട്ടിയിൽ നിൽക്കുന്ന അതേ പ്ലാന്റ് വീണ്ടും നിറച്ച് പൂത്ത് നിൽക്കുന്ന വിവരം സസന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ പൂക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അന്നേരം പൂക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ലൈറ്റായിട്ട് 10 തരി വീതം കറക്റ്റായിട്ട് 10 ദിവസം കൂടുമ്പോഴത്തേക്ക് കൊടുക്കുക. പൂ പിടിക്കുന്ന ചെടികൾക്കെല്ലാം ഏറ്റവും നല്ലതാണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് വയലറ്റ് മുല്ലയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഡയമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കൊടുത്തതിന് ശേഷം, അതായത് ഇന്ന് കൊടുക്കുകയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ജൈവവളക്കൂട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഡയമോണിയം കൊടുക്കുക. വയലറ്റ് മുല്ലയൊക്കെ മണ്ട മറിഞ്ഞ് പൂക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നിങ്ങളെ വീട്ടിൽ ഗാർഡനിലുള്ള പല ചെടികളും പൂക്കാതിരിക്കുന്ന പല ചെടികളും കാണും. അന്നേരം അവയ്ക്കൊക്കെ നമുക്ക് ഡയമോണിയം കൊടുത്തതിന് ശേഷം പിന്നെ ഒരു ജൈവവളം കൊടുത്തതിന് ശേഷം വീണ്ടും ഡയമോണിയം കൊടുത്ത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫാക്ടംബോസ് ലൈറ്റായിട്ട് കൊടുക്കുക. അങ്ങനെ മാറി തിരിഞ്ഞ് വളം കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു ഫ്ലവർ ചെയ്ത പ്ലാന്റ് ആണ്. ഇന്ന് നമുക്ക് നമ്മളെ നഴ്സറിയിൽ പൂത്ത് നിൽക്കുന്ന കുറേ പ്ലാന്റുകളുണ്ട്. ആ പ്ലാന്റുകളെല്ലാം വിശദമായിട്ട് നമുക്ക് കാണാം. ഇന്നിവിടെ പൂത്തിക്കുന്ന കുറച്ച് ഡെൻഡ്രോബിയം വെറൈറ്റി പ്ലാന്റുകളാണ്. ഡെൻഡ്രോബിൻ്റെ തൈകളിലൊക്കെ ഒരുപാട് പേര് നമ്മളെ വീട്ടിലൊക്കെ വന്ന് വാങ്ങാറുണ്ട്. അന്നേരം ആന്തൂറിയത്തിൻ്റെ കെയറൊക്കെ അറിയാമല്ലോ. ഈ ഓർക്കിഡിനും ആന്തൂറിയത്തിനും കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എടുത്ത് എത്ര വെള്ളം ചേർക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അഡേലിയം സീഡ്ലിംഗ് പ്ലാന്റ് വളർന്ന് പൂത്തതാണ് ഈ കാണുന്നത്. അതായത് അരിയിട്ട് മുളപ്പിച്ച തൈ. അതിനകത്ത് ഏത് കളർ കിട്ടുമെന്ന് പറയാൻ പറ്റൂല സീഡ് ക്ലീപ്പ് ചെയ്യുമ്പോഴത്തേക്ക്. അതേപോലെ കാറ്റ്സ്ക്ലോ ക്രീപ്പറാണ് ഈ കാണുന്നത്. നല്ലപോലെ ഇറിഞ്ഞിൽ പോലെ പൂക്കുന്ന പ്ലാന്റ് ആണ്. 2-3 ദിവസം മുമ്പുള്ള വീഡിയോ നമ്മൾ കണ്ടു. ഇന്നത്തെ ദിവസവും ഇവിടെ പൂത്ത് നിൽക്കുന്ന കാറ്റ്സ്ക്ലോ ക്രീപ്പറാണ് നമ്മൾ ഈ കാണുന്നത്. അതേപോലെ തന്നെ റെഡ് മൊസാന്ത മൾട്ടി പെറ്റൽ ഫ്ലവർ, പഴയ വെറൈറ്റി. ഇപ്പം ഇത് കൊറിയർ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ചിലപ്പം സോഫ്റ്റ് സ്റ്റെമ്മാണ്. ചിലപ്പോൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. ഒടിഞ്ഞാലും പിന്നെ സൈഡിൽ നിന്ന് പൊട്ടിക്കളിക്കും. എന്നാലും സൂക്ഷിക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഇത് ബ്രൈഡൽ ബൊക്കെയാണ്. ബ്രൈഡൽ ബൊക്കയുടെ തൈയൊക്കെ ഒരുപാട് നമ്മുടെ കാറ്റലോഗിലുണ്ട്. കാറ്റലോഗ് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞങ്ങൾ കാറ്റലോഗിൻ്റെ ആ ഒരു ലിങ്ക് ഇടുന്നുണ്ട്. അതിന് വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റുകളൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് റോസാണ്. റോസിൻ്റെ മഞ്ഞ റോസ്. ഇതൊന്നും എപ്പോഴും കാണില്ല. ഇപ്പം മഴയായിട്ട് പോലും ഇന്ന് ഇവിടെ പൂത്ത് നിൽക്കുന്ന കുറച്ച് പൂക്കൾ കാണിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാ ഐറ്റവും ഇതേപോലെ കാണിക്കുന്നതിനകത്ത് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. അത് diffenbachia. അതേപോലെ തന്നെ ഇത് പെട്ര ക്രോട്ടനാണ്. പണ്ട് മുതലേ ഉള്ള ക്രോട്ടൻ്റെ ചെറിയ തൈ ഇപ്പോൾ അവൈലബിൾ ആണ്. 50 രൂപ നിരക്കിലാണ് ചെറിയ തൈ കൊടുക്കുന്നത്. ഇത് നമുക്ക് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു ബ്ലീഡിങ് ഹാർട്ടാണ്. പക്ഷേ ഇതിൻ്റെ തൈ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടിരിക്കുകയാണ്. ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു. കുറേ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കൂഫിയയാണ്. കൂഫിയ പ്ലാന്റ് അറിയാമല്ലോ, നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ചെറിയ തേനീച്ചയുടെ കൃഷിക്കൊക്കെ ഏറ്റവും നല്ലതാണ്. കാര്യം ചെറിയ തേനീച്ച ചെറിയ പൂക്കളിൽ നിന്നാണ് തേൻ എടുക്കുന്നത്. അന്നേരം അതിനുവേണ്ടി നമുക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് നന്നായിരിക്കും. ചെറുതേനീച്ചയെ കാണണമെന്നുള്ളതൊക്കെ അതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ചെറുതേനീച്ചയെ കാണാൻ സാധിക്കും മിക്കവാറും. അതേപോലെ ഇത് അഡീനിയം മൾട്ടിപെറ്റലാണ്. ഇത് ഫ്ലവർ ചെയ്തിരുന്ന ഒരു പ്ലാന്റ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മഴക്കാലം ആയതുകൊണ്ട് അഡീനിയം അധികം സ്റ്റോക്ക് കാണത്തില്ല. അതേപോലെ ഇത് വൈറ്റ് വള്ളി റോസാണ്. വള്ളി റോസിൻ്റെ വൈറ്റ് നിറച്ച് ഇറിഞ്ഞിൽ പോലെ ഈ വെയിലത്തും ഈ മഴയത്തും വെയിൽ കിട്ടിയ ഈ ഒരു വേളയിലും നല്ലപോലെ നമുക്ക് ഫ്ലവർ കിട്ടുന്നുണ്ട്. ഇപ്പം നിൽക്കുന്ന ആ ഒരു പൂക്കളാണ് ഇപ്പം നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇത് കൊല്ലത്ത് മേടേമൊക്കെ മാതൃഭൂമി ഓഫീസിനടുത്തുള്ള നഴ്സറിയിൽ ഇപ്പം പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈകളും കുറച്ച് അവൈലബിൾ ആണ്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗ്രില്ല് കെട്ടി സെറ്റ് ചെയ്ത് നിർത്തി കൊടുക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് അതിനകത്ത് വളർന്ന് കിട്ടും. അതേപോലെ ഇത് ഐപ്പോമിയ ക്രീപ്പർ എന്നൊക്കെ പറയും. ഫാൻസി പാഷൻ ഫ്രൂട്ട്, അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൂ പോലെ സാദൃശ്യമുള്ളൊരു പ്ലാന്റ് ആണ്. കാവരില്ല. അതേപോലെ തന്നെ ഇത് മെലസ്റ്റോമയാണ്. മെലസ്റ്റോമ അറിയാമല്ലോ, നിറച്ച് പൂ പിടിക്കുന്നൊരു പ്ലാന്റ് ആണ്. അത്യാവശ്യം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ പട്ടുപോകും. അത് ശ്രദ്ധിക്കണം. ലെൻഡാനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. അതേപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് പൂക്കാനായിട്ട്
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കടലപ്പിണ്ണാക്കും വേപ്പിണ്ണാക്കും ചാണകം കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളിവ് വരി ഒഴിച്ചു കൊടുക്കാം. പൂക്കാൻ വേണ്ടിയിട്ട് നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 19 ഇമ്പോർട്ടഡ് NPK ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈറ്റായിട്ട് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ എപ്സം സാൾട്ടും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 10 ലിറ്ററിൻ്റെ ബക്കറ്റിനകത്ത് ഒരു 8 ഗ്രാം, അതായത് ഒരു വലിയ ടേബിൾ സ്പൂൺ 1 സ്പൂൺ ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം കുറേശ്ശെ പൂവാളിയോ ക്യാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അത് വയലറ്റ് മുല്ല, ഈ കാണുന്ന വയലറ്റ് മുല്ലയുടെ പൂവാണ്. അങ്ങനെയുള്ള പൂ പിടിക്കുന്ന ചെടികൾക്കെല്ലാം എപ്സം സാൾട്ടും നല്ല ഒരു വളമായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് മക്കയായിട്ട് മഞ്ഞളിപ്പുണ്ടെങ്കിൽ മഞ്ഞളിപ്പ് മാറാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. കടകളിൽ പോയി എപ്സം സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വില കൊടുത്ത് നമ്മൾ മേടിക്കേണ്ടി വരും. എപ്സം സാൾട്ട് എന്നല്ലാതെ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ വിലയില്ലാതെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും കടകളിൽ നിന്നും ഡിപ്പോകളിൽ നിന്നും. അന്നേരം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്ലാന്റുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി ആരോഗ്യമുള്ള പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതേപോലെ ഇങ്ങനെയുള്ള ചെടികൾ മേടിച്ച് വെക്കുമ്പോഴത്തേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റുകളാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് നമ്മൾ എപ്പോഴുള്ള വീഡിയോയിൽ പറയുന്നതാണ്, നേരത്തെയുള്ള വീഡിയോകളിലെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇൻഡോഫില്ലം 45 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ലൈറ്റായിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 4 ഗ്രാം ഇട്ട് നല്ലപോലെ കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം വേണം പുതിയ പ്ലാന്റുകൾ നമ്മളെ വീട്ടിലോട്ടോ നഴ്സറിയിലോട്ടോ കൊണ്ടുവരുമ്പോഴത്തേക്ക് അങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നീർവാർച്ചയുള്ള മണ്ണിൽ വേണം പ്ലാന്റുകളൊക്കെ വെക്കുന്നത്. അതേപോലെ തന്നെ കൊറിയർ ചെയ്തൊക്കെ വരുന്ന പ്ലാന്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ കുറച്ച് ദിവസത്തേക്ക് ഇച്ചിരി തണൽ, ഒരു 3 ദിവസമെങ്കിലും മിനിമം തണലത്ത് വെച്ചതിന് ശേഷം വേണം എടുത്ത് വെയിലത്തോട്ട് കാണിക്കാനായിട്ട്. അത് ഒരു ചെറിയ വെയിലത്ത് വെച്ചതിന് ശേഷം പിന്നീട് വേണം വലിയ വെയിലിലോട്ട് കാണിക്കാനായിട്ട്. എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്ലാന്റ് സഫീഷ്യൻ്റായിട്ട് വളവും കാര്യങ്ങളും അല്ലെങ്കിൽ എടുത്ത് പെട്ടെന്ന് കയറി വരാനായിട്ടൊരു ഒരു ടെൻഡൻസി അത് കാണിക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ് ആദ്യമേ വളമില്ലാത്ത മണ്ണിൽ വേണം വെക്കാനായിട്ട്. കട്ടിങ്സ് ആണെങ്കിലും ഒക്കെ വളമില്ലാത്ത മണ്ണിൽ വെച്ച് നല്ലപോലെ വേരായതിന് ശേഷം മാത്രമേ വളം കൊടുക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അന്നേരം നിങ്ങൾക്കത് വലുതായിട്ട് ആരും പറഞ്ഞു തരത്തില്ല. ഇതൊരു ടെക്നിക്കാണ്. അതായത് വേരില്ലാത്ത ചെടികൾക്ക് വളമണ്ണിൽ പെട്ടെന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാവും. അന്നേരം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അന്നേരം അത് സൂക്ഷിക്കുക. അതേപോലെ തന്നെ വേരിഗേഷൻ അല്ലാത്ത ചെടികൾക്ക് ലൈറ്റായിട്ട് ചാണകവെള്ളം കൊടുക്കാം. ചാണകവെള്ളം അത് കൊടുക്കാൻ പ്രത്യേകം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയ്ക്ക് 2 കളറുള്ള ചെടികൾക്ക് ചാണകം കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് നൈട്രജൻ കിട്ടും. നൈട്രജൻ കിട്ടിക്കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് പച്ചയായി പോവും. അന്നേരം അതും കൂടെ ശ്രദ്ധിക്കണം. ഒരുപാട് അനുഭവം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതാണ്. അന്നേരം റോസിൻ്റെയൊക്കെ അതേപോലെ റോസിൻ്റെയൊക്കെ വരുന്ന ചെറിയ മുട്ടുകൾ, ആദ്യത്തെ മുട്ടുകൾ ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ട്രിപ്പ് വളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ മുട്ടുകൾ വരും. ഒരുപാട് പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന ചെടിയൊക്കെ ചെറിയ പൂക്കളല്ല, വലിയ പൂക്കളായിരുന്നു ആദ്യമേ, ഇപ്പം വരുമ്പം ചെറിയ പൂക്കളാണ്. ഇതാണ് കാരണം. ചെറിയ പൂക്കൾ ആദ്യമേ വരുന്നതിനെ നുള്ളിക്കളഞ്ഞതിന് ശേഷം വളം കൊടുത്ത് ഇതിനെ വലിയ പൂക്കളാവാനും ക്ലസ്റ്ററായിട്ട് പിടിക്കുന്ന നല്ല ക്വാളിറ്റി വരാൻ വേണ്ടി അത് ഉപയോഗിക്കും. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്